മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തപസ്സുകാലം 2-ാം ഞായർ. ഇന്നത്തെ വിശുദ്ധ ബലിമധ്യേ നമ്മൾ വായിച്ചു കേൾക്കുന്ന വായനകൾ ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളും, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനം 1-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. താബോർ മലയിലെ രൂപാന്തരീകരണത്തിൻ്റെ പൊരുൾ എന്താണ് എന്നാണ് സുവിശേഷം ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. 2 കാര്യങ്ങൾ അവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമത്തെ കാര്യം, യേശു ദൈവപുത്രനാണ് എന്ന കാര്യത്തിൽ ഒരിക്കൽ കൂടി ഒരു സ്ഥിരീകരണം നടത്തുകയാണ് യേശുവിൻ്റെ രൂപാന്തരീകരണം. ഈശോയുടെ മാമോദീസയുടെ സമയത്ത് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ സ്വർഗം ഈശോയുടെ ജ്ഞാനസ്നാനത്തിന് ശേഷം അരുൾ ചെയ്യുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് എന്ന. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ കേസറിയ ഫിലിപ്പിയിൽ വെച്ച് പത്രോസ് ലീഗ ഈശോയോട് പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന്. ഇന്ന് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് രൂപാന്തരീകരണത്തിന്റെ സമയത്ത് സ്വർഗം വീണ്ടും സാക്ഷ്യപ്പെടുത്തുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവൻ്റെ വാക്ക് നിങ്ങൾ ശ്രവിക്കുവിനെന്ന്. പുറപ്പാടിൻ്റെ പുസ്തകം 24-ാം അധ്യായത്തിൽ അന്ന് സീനായ് മലയിൽ ഇറങ്ങി വന്ന ദൈവം തന്നെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്ന ഈശോ എന്ന സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവം മോശ വഴി ഇങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്, നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും, അവൻ്റെ വാക്ക് നീ ശ്രവിക്കേണ്ടതാണ് എന്ന്. ദൈവത്തെ മുഖാമുഖം കണ്ട് സംസാരിച്ച മോശയേക്കാൾ വലിയ ഒരാൾ, ദൈവം തന്നെയായ അയാൾ ഭൂമിയിലേക്ക് വരും. മനുഷ്യരെല്ലാവരും അവനെ ശ്രവിക്കും. ഇതാണ് മോശയോട് ദൈവം ചെയ്ത വാഗ്ദാനം. ആ വാഗ്ദാനം നസ്രത്തിലെ ഈശോയിലൂടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. സ്വർഗം പറഞ്ഞു, ഇവനെ ശ്രവിക്കുക എന്ന യേശുവിനെ സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി അവിടെ മോശയുണ്ട്, ഏലിയായുണ്ട്. യേശുവിൻ്റെ വാക്ക് നമ്മൾ കേൾക്കണം. എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് കാര്യമില്ല, വചനം കേൾക്കണം. വചനം കേൾക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ഉണ്ടാവുക എന്ന്. യേശുവിനെ കുറിച്ച്, യേശുവിൻ്റെ വചനത്തെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളിൽ വിശ്വാസം വർദ്ധിക്കുന്നു. കേൾവിക്കാരിൽ യേശുവിനെ കുറിച്ചുള്ള വിശ്വാസം വർദ്ധിക്കുമെന്ന സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വചനത്തെ കാര്യമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിഗണിച്ചിട്ടുണ്ടോ? പല വിശുദ്ധരുടെയൊക്കെ ജീവിതങ്ങളിൽ പൈശാചികമായ പീഡകൾ ഉണ്ടാകുമ്പോൾ, പൈശാചിക ശക്തികൾ അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ അവർ അവരുടെ മേൽ വിജയം നേടിയിരുന്നത്
ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടാണ്. വിശുദ്ധ ഫൗസ്റ്റീനോയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വിശുദ്ധയുടെ ജീവിതത്തിൽ സാത്താൻ നിരന്തരമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ വിശുദ്ധ ഫൗസ്റ്റീനോ പ്രാർത്ഥിച്ചിരുന്ന ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യമായിരുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വമെന്ന ഈ വചനം നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ട് സാത്താന്റെ മേൽ വിശുദ്ധ ഫൗസ്റ്റീനോ വിജയിക്കുന്നുവെന്ന വിശുദ്ധയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വർഗം പറയണത്, നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ ഈശോയുടെ വാക്ക് കേട്ടാൽ അത് അവനെ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ കാരണമാകുമെന്ന് പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തുകയാണ് യേശുവിൻ്റെ താബോർ മലയിലെ രൂപാന്തരീകരണത്തിലൂടെ. അവിടെ നിന്ന് കൂടെ പോകുമ്പോൾ 2-3 ശിഷ്യന്മാരെ മാത്രമാണ് കൂടെ കൊണ്ടുപോകുന്നത്. പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21-ാം വാക്യത്തിൽ യേശു തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ, പീഡാസഹനത്തെക്കുറിച്ച് പറയുമ്പോൾ, മരണത്തെക്കുറിച്ച് പറയുമ്പോൾ പത്രോസ് പറയുന്നു, ദൈവം കനിയട്ടെ, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന്. യേശുവിൻ്റെ ജീവിതത്തിൽ കുരിശുണ്ടാകാതിരിക്കട്ടെ എന്ന് പത്രോസ് പറയുമ്പോൾ അതിനുശേഷമാണ് താബോർ മലയിൽ വെച്ച ഈ രൂപാന്തരീകരണം പത്രോസും യോഹന്നാനും യാക്കോബും കാണുന്നത്. യേശു ആരാണ് എന്ന വലിയ സത്യം അവർ മനസ്സിലാക്കുകയാണ്. ഇവരെ യേശു കൂട്ടിക്കൊണ്ടുപോകുന്നത് ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ഇവർ പറയുന്നതാണ് നാളത്തെ സഭയുടെ വാക്ക്. അതിനാൽ ഇവർ മഹത്വം കണ്ടു. യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ യോഹന്നാൻ തന്നെ ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ അനുഭവിച്ചതുമായ യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത് എന്ന് യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ ജീവൻ വെളിപ്പെട്ടു, ഞങ്ങൾ അത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്തു. പിതാവിനോട് കൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നുവെന്ന്. അന്ന് താബോറിൽ കണ്ടത്, താബോറിൽ അനുഭവിച്ചത്, പിന്നീട് യോഹന്നാൻ അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. പത്രോസ് ലീഗയും പറയുന്നുണ്ട്, തൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ രൂപാന്തരീകരണം കണ്ടതിന് ശേഷം പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 16-ാം അധ്യായം 1-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നതും ഇങ്ങനെയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയെയും പ്രത്യാഗമനത്തെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതും കൗശലപൂർവ്വം മെനഞ്ഞെടുത്ത കാൽപ്പനിക കഥകളെ വിശ്വസിച്ചത് കൊണ്ടല്ല, ഞങ്ങൾ അവൻ്റെ ശക്തി പ്രാഭവത്തിൻ്റെ ദൃക്സാക്ഷികളായതുകൊണ്ടാണ്. പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമ പ്രാഭവത്തിൽ നിന്ന് അവൻ്റെ അടുത്തു വരികയും ചെയ്തുവെന്ന് പത്രോസ് ലീഗയും സാക്ഷ്യപ്പെടുത്തുകയാണ് അന്ന് താബോറിൽ തങ്ങൾ അനുഭവിച്ചത്. സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി യാക്കോബ് സ്ലീഗയാണ്. യാക്കോബ് സ്ലീഗയെ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ
രാജാവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് യാക്കോബ് പറയണതും ഞാൻ കണ്ടതാണ്, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന ഈശോ ദൈവമാണെന്ന് ഞാൻ കണ്ടതാണ് എന്ന ആ വലിയ ഉറപ്പിൻ്റെ പുറത്താണ് യാക്കോബ് ശ്ലീഹ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നത്. തങ്ങൾ അനുഭവിച്ച യേശുവിനെ, തങ്ങൾ ജീവിതത്തിൽ കണ്ടനുഭവിച്ച യേശുവിനെ, യേശു ദൈവമാണെന്ന് അവർക്ക് പൂർണ്ണമായി ബോധ്യമുണ്ടായപ്പോൾ ആ യേശുവിന് വേണ്ടി രക്തസാക്ഷികളാകാൻ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് സാധിച്ചു. പിന്നീട് സഭയുടെ പാരമ്പര്യം നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് രക്തസാക്ഷികൾ സഭയിൽ ഉണ്ടായതും ആ ഒരു പൂർണ്ണമായ ബോധ്യത്തിൻ്റെ പുറത്താണ്. നമ്മുടെയൊക്കെ ഭൂതകാലം നോക്കാതെ നിന്റെ ജീവിതത്തിലേക്ക് വരാൻ ലോകത്ത് ഒരു ദൈവമേ ഉള്ളൂ. നമ്മുടെ പഴയകാല ജീവിതത്തെ നോക്കാതെ, നമ്മുടെ കുറവുകളെ നോക്കാതെ, നമ്മുടെ പോരായ്മകളെ നോക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം. ആ ദൈവമാണ് യേശു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഏക സത്യ ദൈവമായ അവിടത്തെയും അവിടെ നയിച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യ ജീവനെന്ന. ആ യേശുവിനെ അവർ കണ്ടു. ആ യേശുവിൻ്റെ മഹത്വം കണ്ടപ്പോൾ അവർ എന്താണ് ചെയ്തത്? യേശുവിൻ്റെ ശിഷ്യന്മാർ അവിടെ കമിഴ്ന്നു വീണ് അവനെ ആരാധിക്കുകയാണ്. വ്യക്തിപരമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, വ്യക്തിപരമായ ക്രിസ്തു അനുഭവം ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ആരാധകരാകാനായിട്ട് പറ്റുകയുള്ളൂ. ഭക്തരാകാം, പക്ഷെ ആരാധകരാകണമെങ്കിൽ വ്യക്തിപരമായിട്ട് ഈശോയെ അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് ആരാധകരായി അവനെ ആരാധിക്കാൻ സാധിക്കുമെന്ന വലിയ സത്യം ഇന്നിൻ്റെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തപസ് കാലത്തിൻ്റെ ഈ 2ാമത്തെ ഞായറാഴ്ചയിൽ നമ്മളായിരിക്കുമ്പോൾ ഈശോ ദൈവത്തിൻ്റെ പുത്രനാണെന്നും ഈശോയുടെ വാക്കുകൾ നമ്മൾ കേൾക്കണമെന്നും ഈശോയെ അനുഭവിച്ചവർ അവനെ കുമ്പിട്ട് ആരാധിച്ചുവെന്നും അവൻ്റെ ആ അനുഭവത്തിൻ്റെ പുറത്ത് ഏത് ത്യാഗം സഹിക്കാനും രക്തസാക്ഷിത്വം വഹിക്കാനും അവൻ്റെ ശിഷ്യന്മാർക്ക് കാരണമായെന്ന് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ തപസ് കാലം ഈശോ ദൈവമാണെന്ന നമ്മുടെയൊക്കെ വിശ്വാസത്തെ കൂട്ടിയുറപ്പിക്കുവാൻ, കുറെ കൂടി ശക്തമാക്കാൻ, ദൈവത്തിൻ്റെ വചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, വായിക്കാൻ സുഹൃത്തെ എനിക്കും നിനക്കും സാധിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.